കർത്താവിനാൽ ധന്യമാക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന്റെ മഹത്വകരമായ വേലയുടെ ഭാഗമായി നിൽക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, കർത്താവിന്റെ ഭൃത്യന്മാർ എല്ലാവർക്കും ഒരിക്കൽ കൂടെ യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓർപ്പിക്കുന്നു. ദൈവരാജ്യത്തിന്റെ ദൗത്യത്തിന്റെ ഭാഗമായിരിക്കുക എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം മറ്റൊരു ശ്രേഷ്ഠത നമുക്ക് ലഭ്യമാകുവാനില്ല. വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയിൽ അത്യുത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന, വളരെ സമർപ്പണബോധത്തോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് മഹത്വവും പുകഴ്ചയും അർപ്പിക്കുകയാണ്. ഈ സന്ധ്യയിൽ നിങ്ങൾ ഒന്നിച്ചു കൂടുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ കർത്താവ് എനിക്ക് ഒരുക്കി തന്ന ഈ വിലപ്പെട്ട സമയം ഒരു പദവിയായി കരുതുന്നു. എന്നെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ മനു അമ്മമിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കട്ടെ. ദൈവവേലയുടെ ഭാഗമാകുവാൻ കർത്താവിന്റെ വിളി നമുക്ക് വേണ്ടി നൽകി തന്ന ആ മഹത്തായ അനുഭവം നമ്മുടെ ജീവിതത്തെ കൂടുതൽ കർമ്മസുഖരാക്കി മുമ്പോട്ട് നയിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു ആത്മീയ അനുഭവം തന്നെയാണ്. ഈ സന്ധ്യയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന രണ്ട് വേദഭാഗങ്ങൾ, ഒന്ന് പഴയ നിയമ ഭാഗത്തു നിന്ന്, പഴയ നിയമ പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായിരിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52 അധ്യായം അതിന്റെ 7 വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. 52 അധ്യായം അതിന്റെ 7 വാക്യം, അതിന്റെ അവസാന ഭാഗം, സുവാർത്താ ദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. രണ്ടാമത്തെ വേദഭാഗം, പുതിയ നിയമത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന എഴുത്തുകാരനും സഭാസ്ഥാപകനും അനുഗ്രഹീതനായ പ്രഭാഷകനുമായിരുന്ന അപ്പോസ്തലനായ പൗലോസ് തന്റെ നിജപുത്രനായ തിമത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം, അതിന്റെ 4 അധ്യായം 5 വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കർത്താവിന്റെ ദൂതുവാഹികളെ, സുവിശേഷകന്മാരെ, ദൗത്യ നിർവഹന്മാരെ കുറിച്ചുള്ള പരാമർശങ്ങളാണ് ഈ രണ്ട് ഭാഗങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. യെശയ്യാ പ്രവാചകൻ വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുന്ന, യേശുവിന്റെ ജനനത്തിന് 400 വർഷം മുമ്പ് തന്നെ യേശുവിന്റെ ജനനത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും തന്റെ പ്രവചന ശബ്ദം ചുരുളുകളിൽ രേഖപ്പെടുത്തിയ പ്രവാചകനായിരുന്നു. അവിടെ പ്രവാചകൻ ഓർപ്പിക്കുന്ന ഒരു ശബ്ദം, സുവാർത്താ ദൂതിയുടെ കാൽ, സദ്വചനം ഘോഷിക്കുന്ന ദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരമെന്നുള്ളതാണ്. നമുക്കറിയാം, യെശയ്യാ പ്രവാചകൻ തന്റെ പ്രവചന ഭാഗങ്ങൾ, ഇസ്രായേലിനെ കുറിച്ചുള്ള തന്റെ പ്രവചന ശബ്ദങ്ങൾ ഓരോന്നായി വിവരിച്ചു വരുമ്പോൾ 52 അധ്യായത്തിൽ എത്തുമ്പോൾ ദൈവത്തിന്റെ ദൂതുവാഹിയെക്കുറിച്ച്, ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന സുവാർത്താ ദൂതനെ കുറിച്ച് ഓർപ്പിക്കുകയാണ്. അവരുടെ കാൽ എത്ര മനോഹരമായതാണ്. ഒരു അസാധാരണമായ ഒരു വിവരണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സാധാരണ നിലകളിൽ ആരും കാലുകളെ കുറിച്ച് അധികം വിവരിക്കാറില്ല. നമുക്കറിയാം, പഴയ കാലങ്ങളിൽ രാജകൊട്ടാരങ്ങളിൽ കൊട്ടാര കവികൾ ഉണ്ടായിരുന്നു. രാജാവിനെ കുറിച്ച്
പുകഴ്ത്തിപ്പാടുന്ന, രാജാവിന്റെ മഹിമകളെ വിവരിക്കുന്ന നിരവധി കവിതകൾ നൽകിക്കൊടുത്ത് രാജാവിനെ സന്തോഷിപ്പിച്ചിരുന്ന കൊട്ടാര കവികൾ. നമുക്കറിയാം, അതിൽ വളരെ പ്രസിദ്ധമായ ഒരു ഭാഗമാണ് മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെന്ന് പാടിയത്. ഒരു കാലത്ത് രാജാവിനെ പറഞ്ഞ് ആനന്ദിപ്പിച്ച പദങ്ങളായിരുന്നു, വാക്കുകളായിരുന്നു, രാജാവേ, അങ്ങയുടെ മുഖം ചന്ദ്രനെ പോലെ ശോഭയുള്ളതാണ്. ഒരുപക്ഷെ ചന്ദ്രന്റെ ഉപരിതലം പരിവരുത്തതാണെന്നും പാറകൾ നിറഞ്ഞതാണെന്നും അറിയുന്നതിന് മുമ്പാണ് അത് എഴുതിയത്. അല്ലെങ്കിൽ പ്രവാചകന്റെ, കവിയുടെ ജീവിതം അപകടത്തിൽ ആകുമായിരുന്നു. എന്നാൽ അവരൊക്കെ രാജാവിനെ കുറിച്ച്, രാജാവിന്റെ സാമ്രാജ്യത്തെക്കുറിച്ചൊക്കെ പുകഴ്ത്തി പാടിയിട്ടുണ്ട്. മനോഹരമായ മുഖതാവിനെ കുറിച്ച് അവർ വിവരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പ്രണയാർത്ഥികൾ അവർ അന്യോന്യം ആശയവിനിമയം നടത്തിയപ്പോൾ നിന്റെ മുഖം എത്ര മനോഹരമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. നിന്റെ മൂക്ക് എത്ര നല്ലതാണ്, കണ്ണുകൾ എത്ര മനോഹരമാണ്, സ്വരം എത്ര നല്ലതാണ്, നിന്റെ പാട്ട് മനോഹരമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. എന്നാൽ സാധാരണ നിലയിൽ കാലുകളെ കുറിച്ച് മനോഹരമാണ്, നിന്റെ പാദം മനോഹരമാണെന്ന് സാധാരണ പറയാറില്ല. മിക്കവാറും പാദങ്ങൾ പൊടികൾ നിറഞ്ഞതും മണ്ണ് പറ്റിയതും ഒക്കെയായ പാദങ്ങളെ ആളുകൾ അധികം വിവരിക്കാറില്ല. എന്നാൽ ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പ്രവാചകൻ പറയുകയാണ്, പർവ്വതങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന, പർവ്വതങ്ങളിൽ ദൂതുവാഹികളായി നിൽക്കുന്ന, ദൈവത്തിന്റെ വചനവുമായിട്ട് പർവ്വതങ്ങളിലൂടെ നീങ്ങുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവം പറയുന്നത് അവന്റെ കാലുകൾ എത്ര മനോഹരമായിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ പാദങ്ങൾ ദൈവത്തിന് മനോഹരമായി തോന്നുന്നത്? മറ്റൊന്നുമല്ല, ഇത് ദൈവ സാന്നിധ്യം വഹിക്കുന്ന പാദങ്ങളായതുകൊണ്ടാണ്. ദൈവിക സന്ദേശം പേറുന്ന ഒരുവന്റെ പാദങ്ങളെ നോക്കിയിട്ടാണ് ഇവിടെ സ്വർഗം പറയുന്നത് ഇത് മനോഹരമാണ്. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളിൽ തന്നെ അപകർഷാബോധമുള്ളവരായി തീരാറുണ്ട്. എൻ്റെ മുടി കൊള്ളത്തില്ല, കളറില്ല, നീളം കൂടുതലോ നീളം കുറവൊക്കെയാണ്, എനിക്കൊരു പേഴ്സണാലിറ്റി ഇല്ല, എനിക്ക് സൗന്ദര്യമില്ല എന്ന് തോന്നുന്നുണ്ടാവാം. എന്നാൽ ഈ സന്ധ്യയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ സന്ദേശവാഹകരായി നിൽക്കുന്ന, ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന നമ്മെക്കുറിച്ച് ദൈവത്തിന് പറയുവാനുള്ളത്, നിനക്ക് സൗന്ദര്യമില്ലെങ്കിലും നിന്റെ പാദങ്ങൾ എനിക്ക് മനോഹരമായിട്ടുള്ളതാണ്. പർവ്വതങ്ങൾ താണ്ടുന്ന, പർവ്വതങ്ങളിലൂടെ, ഉയരങ്ങളിലൂടെ, താഴ്വരകളിലൂടെ ദൈവിക സന്ദേശവുമായി നീങ്ങുന്ന നിങ്ങളുടെ പാദങ്ങൾ എനിക്ക് മനോഹരമായ വസ്തുതകൾ തന്നെയാണ്. ദൈവ സാന്നിധ്യം എന്നത് പഴയ നിയമത്തിലെ ഒരു പ്രധാന ചിന്തയായിരുന്നു. ദൈവ സാന്നിധ്യം എന്നുള്ളത് പ്രസക്തമായ ഒരു ചിന്തയായിട്ടാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവ സാന്നിധ്യത്തിന്റെ നിരന്തരമായ അനുഭവങ്ങളുടെ വിവരണങ്ങളാണ് പഴയ നിയമത്തിലെ ചരിത്രങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയെ മരുഭൂമിയിലൂടെ നടത്തിയ ശക്തനായ നേതാവായിരുന്ന മോശ പ്രാർത്ഥിച്ച പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനാ വാചകമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, മോശ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് അയക്കരുതേ. ഒരു സാധാരണ പ്രാർത്ഥനയായിട്ട് നമുക്കതിനെ തള്ളിക്കളയുവാൻ കഴിയുന്നതല്ല. അതിൻ്റെ അന്തസത്ത തിരിച്ചറിയണമെങ്കിൽ, ആ പ്രാർത്ഥനയുടെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ആ അധ്യായത്തിന്റെ ആരംഭം മുതൽ വായിച്ചു തുടങ്ങണം. അവിടെ ദൈവം മോശയോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. മോശയോട് ദൈവം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, നിന്റെ പിതാവായിരുന്ന, പൂർവ്വപിതാവായിരുന്ന അബ്രഹാമിനോട് ഞാൻ വാഗ്ദത്തം ചെയ്ത ഒരു ദേശമുണ്ട്, നിനക്ക് അവകാശമായി നൽകാമെന്ന് പറഞ്ഞ, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തമുണ്ട്, അത് ഞാൻ നിവർത്തിക്കും എന്ന് പറഞ്ഞാൽ വാഗ്ദത്തത്തിന്റെ ഉറപ്പ് മോശയ്ക്ക് നൽകിയായിരുന്നു. രണ്ടാമത് ദൈവം മോശയോട് പറയുന്നത്, നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ശത്രു പക്ഷമുണ്ടല്ലോ, കെനിസ്യർ, യെബൂസ്യർ, പെരിസ്യർ, ഹിത്യർ തുടങ്ങിയ നിരവധി ശത്രുഗണങ്ങൾ,
അവരെ ഞാൻ തോൽക്കുമാറാക്കും, അവരിൽ ഞാൻ നിങ്ങൾക്ക് ജയം നൽകും എന്ന് പറഞ്ഞാൽ വിജയത്തിന്റെ ഉറപ്പ് ദൈവം മോശയ്ക്ക് നൽകിയായിരുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല. മൂന്നാമത് ദൈവം മോശയോട് പറയുന്നത്, എന്റെ ദൂതനെ ഞാൻ നിനക്ക് മുമ്പായിട്ട് അയക്കും. ഒരു വാഗ്ദത്തത്തിന്റെ ഉറപ്പ് മോശയ്ക്ക് നൽകുന്നു. രണ്ടാമത് വിജയത്തിന്റെ സുനിശ്ചിതത്വം ദൈവം മോശയ്ക്ക് ഓർപ്പിക്കുന്നു. മൂന്നാമത് പറയുന്നത്, ഒരു ദൂതന്റെ സഹിത്വം നിനക്ക് നൽകിത്തരും. പഴയ നിയമത്തിൽ ഒരു ദൂതനുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. ഒറ്റ ദൂതൻ പാളയത്തിലിറങ്ങി 1,85,000 പേരെ കൊന്ന ചരിത്രം വേദപുസ്തകത്തിന്റെ താളുകളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് മോശയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, ദൈവമേ, ഞങ്ങൾക്ക് വിജയത്തിന്റെ ഉറപ്പല്ല ആവശ്യം, ഞങ്ങൾക്ക് ആ പഴയ വാഗ്ദത്തത്തിന്റെ ഉറപ്പ് പുതുക്കുന്നതല്ല ഞങ്ങൾക്ക് അനിവാര്യമായിരിക്കുന്നത്, ഇനി ദൂതനെ ഞങ്ങളുടെ കൂടെ അയക്കുന്നതുമല്ല ഞങ്ങൾക്ക് ആവശ്യം, അങ്ങയുടെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് വലുതായിട്ടുള്ളത്. ഈ സന്ധ്യയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, മോശയുടെ പ്രാർത്ഥനയുടെ അർത്ഥതലം അത്ര വിശാലമായിരുന്നു. ദൈവ സാന്നിധ്യമാണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിച്ചത്, ഈ ദൈവ സാന്നിധ്യം പേറുന്ന പാദങ്ങളെ നോക്കിയിട്ടാണ് പ്രവാചകൻ പറയുന്നത്, അല്ല, ദൈവം പറയുന്നത്, അവരുടെ കാലുകൾ, അവരുടെ പാദങ്ങൾ എനിക്ക് മനോഹരമാണ്. പഴയ നിയമത്തിൽ അവരുടെ മരുഭൂമി യാത്രയിൽ ഈ ദൈവ സാന്നിധ്യം പകർന്നതിന്റെ തെളിവായിരുന്നു ദൈവത്തിന്റെ പെട്ടകം അവരോടൊപ്പം യാത്ര ചെയ്തിരുന്നത്. ഇസ്രായേലിന്റെ മരുഭൂമി യാത്ര വളരെ വിശദമായി പഠിക്കുമ്പോൾ അവരോടൊപ്പം ഈ പെട്ടകവും യാത്ര ചെയ്തിരുന്നു. ദൈവത്തിന്റെ പെട്ടകം ദൈവ സാന്നിധ്യത്തിന്റെ തെളിവായിട്ട്, ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായിട്ട് അവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടകം അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു. എവിടെയൊക്കെ അവർ പാളയമടിച്ചോ അവിടെ പെട്ടകവും അവരോടൊപ്പം ഉണ്ടായിരുന്നു. എപ്പോഴൊക്കെ അവർ യാത്ര തുടർന്നോ അപ്പോഴൊക്കെയും പെട്ടകം അവരോടൊപ്പം യാത്ര ചെയ്യപ്പെടുവാനിടയായി. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ഭാഗത്ത് ഇതുമായിട്ട് വളരെ അടുത്ത ഒരു ചിന്ത, ദൈവസാന്നിധ്യം നിറഞ്ഞു നിന്ന, ദൈവസാന്നിധ്യത്തോടുകൂടെ യാത്ര ചെയ്ത ഇസ്രായേലിന്റെ ജീവിതത്തിലെ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഈ സന്ധ്യയിൽ ഞാൻ ശരണപ്പെടുകയാണ്. സംഖ്യാപുസ്തകം 7-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങളിലാണ് ആ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ മോശയുടെ അടുക്കൽ ഗോത്ര തലവന്മാർ അല്ലെങ്കിൽ പ്രഭുക്കന്മാർ വന്നിട്ട് മോശയോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഞങ്ങൾ നിനക്ക് ഒരു അർപ്പണം നൽകുവാൻ ആഗ്രഹിക്കുന്നു. മോശയോട് അവർ ആവശ്യപ്പെടുന്നത്, ഈ വഴിപാട് നീ സ്വീകരിച്ചാലും. ദൈവം മോശയോട് പറഞ്ഞു, അവർ നൽകുന്ന വഴിപാട് നീ സ്വീകരിച്ചാലും. അവിടെ അവർ നൽകിയത് 6 കാളവണ്ടികളും 12 കാളകളുമാണ് നൽകിയത്. ദൈവം മോശയോട് പറഞ്ഞു, ഈ കാളയും വണ്ടിയും ലേവ്യർക്ക് അവരുടെ ശുശ്രൂഷയ്ക്ക് അനുസരിച്ച് നീ അവർക്ക് പകുത്തു നൽകുക എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ മോശയ്ക്ക് ലഭിച്ച ഈ വഴിപാട് ഗോത്ര പ്രഭുക്കന്മാർ നൽകിയത്, മോശ 2 വണ്ടിയും 4 കാളകളും ഗർശോന്യർക്ക് നൽകി. ലേവ്യ ഗണത്തിൽപ്പെട്ട ഗർശോന്യർക്ക് അവൻ നൽകി. 4 വണ്ടിയും 8 കാളകളും മെരാരിയർക്ക് മോശ നൽകി. ലേവ്യ ഗണത്തിൽപ്പെട്ടവർ, പുരോഹിത വർഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ ശുശ്രൂഷയ്ക്ക് അനുസൃതമായിട്ട് മോശ ആ കാളയും വണ്ടിയും നൽകിക്കൊടുത്തു. എന്നാൽ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, സംഖ്യാപുസ്തകം 7-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ് ഞാൻ പറയുന്നത്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്, എന്നാൽ കെഹാത്യർക്ക് അവനൊന്നും കൊടുത്തില്ല. അടുത്ത് പറയുന്നത്, അവരുടെ വേല വിശുദ്ധ മന്ദിരം സംബന്ധിച്ചതും തോളിൽ ചുമക്കുന്നതുമായിരുന്നു. ശ്രദ്ധിക്കുക, അവൻ മെരാരിയർക്ക് ഗർശോന്യർക്ക് ഒക്കെ വീതിച്ചു കൊടുത്തപ്പോൾ കെഹാത്യർക്ക് ഒന്നും ലഭിച്ചില്ല. ഒരുപക്ഷെ ന്യായമായിട്ട് അവർ ചിന്തിച്ചിട്ടുണ്ടാവാം, മോശ ഞങ്ങളെ സൈഡ് ലൈൻ ചെയ്തതാണ്, മോശ ഞങ്ങളെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് മാത്രം അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഈ സന്ധിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ,
ഒരുപക്ഷെ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ഇത്തരം ചിന്തകൾ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് എന്റെ അവകാശങ്ങൾ എനിക്ക് ലഭ്യമാകാതെ പോകുന്നത്? മറ്റുള്ളവർക്ക് ഈ നന്മകളെല്ലാം ഉണ്ടല്ലോ. അവർക്ക് കാളയും വണ്ടിയും അനുഗ്രഹങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ, അവരുടെ യാത്ര സുഗമമായപ്പോൾ, ഞങ്ങൾ ഈ മരുഭൂമിയിലൂടെ നടക്കുവാൻ വിധിക്കപ്പെട്ടവരാണ്. ഈ പെട്ടകം തോളിൽ ചുമക്കുവാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു മാർഗം കാണുന്നില്ല എന്ന് ഒരുപക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇന്ന് സന്ധ്യയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം ഒരു ദൗത്യം നമ്മെ ഏൽപ്പിച്ചെങ്കിൽ, ചിലപ്പോൾ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നിയാൽ തന്നെ ദൈവം തക്ക സമയത്ത് ഈ കഹാത്യരെ മാനിക്കുന്ന ദൈവം തന്നെയാണ്. പെട്ടകം ചുമക്കുന്ന, ദൈവ സാന്നിധ്യം പേറുന്ന ഈ ലേവ്യ പുരോഹിതന്മാരോട് ദൈവത്തിന്റെ നീതി നിവർത്തിക്കുന്ന സമയം ഒരുപക്ഷെ നമ്മുടെ സമയത്താകണമെന്നില്ല. അവർ നിശ്ചയിച്ച സമയവുമായിരുന്നില്ല. ദൈവത്തിന്റെ സമയത്ത് ദൈവം കാര്യങ്ങളെ ചെയ്യുവാനിടയായിട്ടുണ്ട്. വർഷങ്ങൾ മുമ്പോട്ട് പോയി നേതൃത്വം മോശയിൽ നിന്ന് യോശുവയുടെ കരങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. യോശുവ ജനത്തെ നയിച്ചുകൊണ്ട് കനാനോട് ഏകദേശം അടുത്തു വരുന്ന ഒരു സമയമായി. അവർക്കും വാഗ്ദത്ത ദേശവുമായിട്ട് ഒരു നദിയുടെ വ്യത്യാസത്തിൽ വന്നു നിൽക്കുന്ന ഒരു സമയം. അവർ യോർദാൻ ആറിന്റെ കടവിൽ വന്നു നിൽക്കുന്നു. യോർദാനെ കുറിച്ച് പറയുന്നത്, കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകുന്ന ഈ യോർദാൻ, അതിനെ മുറിച്ചക്കര കടക്കുവാൻ അവരെ കൊണ്ട് സാധ്യമല്ലാത്തൊരു സമയത്തെത്തി. കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ മുമ്പിൽ അവരുടെ യാത്ര ഏകദേശം അസ്തമിച്ചൊരു സമയം. മിടുക്കന്മാരായ ആളുകളും എക്സ്പേർട്സും ഒക്കെ വന്നു നോക്കിയെങ്കിലും ഇവിടെ അക്കര കടക്കുവാൻ നിവർവാഹമില്ലാത്തൊരു സമയത്തെത്തി. ഒരുപക്ഷെ കാളയും വണ്ടിയും ഒക്കെ ലഭിച്ചവർ നേരത്തെ തന്നെ അവർ ഈ യോർദാന്റെ തീരത്ത് വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവ സാന്നിധ്യം പേറുന്ന ഒരുവനെ നോക്കിയിട്ട് പ്രവാചകൻ പറയുന്നത്, അവന്റെ കാലുകൾ എത്ര മനോഹരമാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാം, കാലങ്ങൾ കടന്നുപോയെങ്കിലും ദൈവ സാന്നിധ്യം വഹിക്കുന്ന പാദങ്ങളെ ദൈവം മുൻനിരയിൽ കൊണ്ടുവരുവാനിടയായി. ഒന്നാമത്തെ അനുഗ്രഹം അവിടെ കാണുകയാണ്. എല്ലാവരും വന്ന് യോർദാന്റെ കടവിൽ നിൽക്കുമ്പോൾ, ഇനി മുമ്പോട്ട് പോകുവാൻ നിവൃത്തിയില്ലാതെ നിൽക്കുമ്പോൾ, ദൈവം യോശുവയോട് പറയുന്നൊരു ഭാഗമുണ്ട്, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ മുമ്പിൽ വരട്ടെ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും പുറകിലായിരിക്കാം. മുൻഗണനാ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഏറ്റവും അവസാനമായിരിക്കാം. നിങ്ങൾക്ക് അവകാശങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന മുഖാന്തരം ആരുടെയും പ്രമാണിത്വത്തിന്റെ അരികിൽ എത്താതെ എവിടെയോ ഏറ്റവും പുറകിലത്തെ നിരയിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവസാന്നിധ്യം വഹിക്കുന്ന പാദങ്ങളെ അവൻ മുൻപിൽ കൊണ്ടുവരുന്ന സമയമുണ്ട്. God will bring your feet at the forefront. ദൈവം നിങ്ങളെ മുൻപിൽ കൊണ്ടുവരുന്ന അതേ പാദങ്ങളെ, എങ്ങനെ ദൈവത്തിന്റെ പെട്ടകം ചുമന്നോ, എങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു വന്നോ, അതേ പാദങ്ങളെ ദൈവം മുൻപിൽ കൊണ്ടുവരുവാനിടയായി തീരുന്നു. ഇന്ന് രാത്രി ഞാൻ ഒത്തിരി പുറകിലാണ്. ഒരുപക്ഷെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കാം, ദൈവത്തിന് നിങ്ങളെ മുൻപിൽ കൊണ്ടുവരുവാൻ ഒരു സമയമുണ്ട്. രണ്ടാമത്തെ അനുഗ്രഹം, ദൈവം യോശുവയുടെ ഓർപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലാണ്, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ മേലൊഴുക്ക് നിന്നു. ദൈവസാന്നിധ്യം വഹിക്കുന്ന പാദങ്ങളെ ദൈവം പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തി നൽകുവാനിടയായി തീരും. God will empower your feet. ദൈവം നിങ്ങളുടെ പാദങ്ങൾക്ക് ശക്തി പകരുന്ന എന്തിനെന്നറിയാമോ? പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു ശക്തി. വണ്ടിയും കാളയും ഉള്ളവർക്ക് അക്കരെ കടക്കുവാൻ നിവൃത്തിയില്ലാതെ നിൽക്കുമ്പോൾ, പ്രഭുക്കന്മാരെല്ലാവരും വന്ന് മുമ്പിൽ നിന്ന് ഇനിയൊരു സാന്നിധ്യം, ഇനിയൊരു അവസ്ഥ, ഇതിന് അപ്പുറം പോകണമെങ്കിൽ ആവശ്യമാണെന്ന് ചിന്തിക്കുമ്പോൾ, ഇവിടെ ദൈവം പറയുകയാണ്, എന്റെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുണ്ട്. അവരുടെ കാൽ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ
ഈ പ്രതിബന്ധങ്ങൾ മാറുവാനിടയാകും. നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒത്തിരി പ്രശ്നസാന്ദ്രമായ അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ നിങ്ങളുടെ പാദങ്ങളെ ദൈവത്തിന്റെ സാന്നിധ്യം പേറുന്ന പാദങ്ങളാണെങ്കിൽ നിങ്ങളുടെ പാദങ്ങൾക്ക് മുമ്പിൽ മേലൊഴുക്കുകൾ നിൽക്കുവാനിടയായി തീരും. ചിലപ്പോൾ മേലൊഴുക്കുകൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അടിയൊഴുക്കുകൾ ഉണ്ടായിരിക്കാം. പാദങ്ങൾ ആര് വെച്ചാലും പറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാവാം. എന്നാൽ ദൈവം പറയുന്നു, പെട്ടകം നിങ്ങളുടെ ചുമലിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അധപ്പതിക്കുന്ന വ്യക്തിയല്ല. ആ പ്രതിബന്ധങ്ങളുടെ മേലൊഴുക്കിനെ നിർത്തിയിട്ട് ഒരു പുത്തൻ പാദപുറം തുറന്ന് നിങ്ങളെ അക്കരെ കൊണ്ടുപോകാൻ ദൈവം ശക്തനായ ദൈവമാണ്. മൂന്നാമത്തെ അനുഗ്രഹം, ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദേശങ്ങൾ, നിങ്ങൾ കാൽ ചവിട്ടുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് അവകാശമായി ലഭിക്കുവാനിടയാകും. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിനോട് ദൈവം ഇടപെടുന്നൊരു സമയം അബ്രഹാമിനെ ഓർപ്പിക്കുന്നുണ്ട്. നീ കാൽ വെച്ച സ്ഥലങ്ങൾ നിന്റെ തലമുറയ്ക്ക് ഞാൻ അവകാശമായിട്ട് നൽകും. ഈ സന്ധ്യയിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ കയറിയ സ്ഥലങ്ങൾ ഉണ്ടാവാം, നിങ്ങൾ കടന്നുപോയ കുന്നുകൾ ഉണ്ടാവാം, നിങ്ങൾ കയറിയിറങ്ങിയ താഴ്വരകൾ ഉണ്ടായിരിക്കാം. എന്നാൽ കർത്താവ് പറയുന്നത്, നിങ്ങൾ പാദം വെച്ച സ്ഥലമുണ്ടല്ലോ, നിങ്ങൾ ഒരു പക്ഷേ അറിയാതെ ആ സ്ഥലങ്ങളിലൂടെ സുവിശേഷവുമായി കടന്നുപോയത്, അവിടെ നിന്ന് ദൈവം ആളുകളെ എഴുന്നേൽപ്പിക്കും. അവ നിങ്ങൾക്ക് അവകാശമായി നൽകുവാനിടയായി തീരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഓർക്കുക, God will encompass your feet to conquer the land. രാജ്യങ്ങളെ പിടിക്കുവാൻ, ദേശങ്ങളെ കൈവശമാക്കുവാൻ, നിങ്ങൾ കാൽ ചവിട്ടിയ ദേശങ്ങൾ നിങ്ങളുടെ അവകാശമായി തീരുന്ന അനുഭവം ഉണ്ട്. നാലാമത്, നിങ്ങൾ ദൈവ സാന്നിധ്യം വഹിക്കുന്ന പാദങ്ങളുടെ ഉടമയാണെങ്കിൽ ദൈവം നിങ്ങളുടെ പാദങ്ങളെ അധികാരം കൊണ്ട് അഭിഷേകം ചെയ്യുവാനിടയാകും. God will anoint your feet with an authority. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പുതിയ നിയമത്തിൽ യേശു തന്റെ ശിഷ്യന്മാരെ ദൗത്യ നിയോഗം നൽകി പറഞ്ഞയക്കുമ്പോൾ അവരോട് പറയുന്ന വാക്കുകളുണ്ട്, പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, എത്ര ശക്തിശാലിയായ പാമ്പായിരുന്നാലും, വിഷമുള്ള പാമ്പായിരുന്നാലും, കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ നീക്കുവാൻ കരുനീക്കുവാൻ കഴിയുന്നവരായിരുന്നാലും, സ്വർഗം പറയുന്നത് എത്ര വലിയ ശത്രുവായിരുന്നാലും അത് നിന്റെ പാദത്തിന് കീഴിൽ നിൽക്കുന്നത് മാത്രമേയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത്, നിങ്ങൾ കടന്നു ചെല്ലുന്ന ഭവനത്തിൽ നിങ്ങളെ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ, നിങ്ങൾ ചെല്ലുന്ന ദേശത്ത് നിങ്ങളെ അംഗീകരിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ കാലിലെ പൊടി കൊടഞ്ഞിട്ട് കടന്നു പോരുക. ന്യായവിധി ദിവസത്തിൽ ആ പൊടി സാക്ഷ്യം പറയുവാനിടയാകും. What an authority God has given. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എത്ര മഹത്തായ ഒരു അധികാരമാണ് നമ്മുടെ പാദങ്ങൾ ദൈവം കൽപ്പിക്കുവാനിടയായിരിക്കുന്നത്. ഈ രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആ ദൗത്യവാഹകരായി നിൽക്കുന്നുവെങ്കിൽ, അല്ല ദൈവ സാന്നിധ്യം പേറുന്ന പാദങ്ങളുടെ ഉടമയാണെങ്കിൽ, നിങ്ങളുടെ പാദങ്ങൾ, ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ദിവസം ദൈവം മുമ്പിൽ കൊണ്ടുവരുന്ന സമയമുണ്ട്. ദൈവം നിങ്ങളുടെ പാദങ്ങളെ, പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തി നൽകുവാൻ, ശക്തീകരിക്കുവാൻ ഇടയാകുന്ന അനുഭവമുണ്ട്. അത് തന്നെയുമല്ല, നിങ്ങൾ കാൽവെച്ച ദേശങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായി നൽകുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നൽകുവാനിടയായി തീരുന്നതാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല. ശത്രുവിന്റെ മേൽ ചവിട്ടുവാനുള്ള, പിശാചിന്റെ മേൽ ചവിട്ടുവാനുള്ള എത്ര വലിയ എതിർപ്പുകളുടെ മേലും അതിനെ കാൽ കീഴാക്കുവാനുള്ള ഒരു അധികാരം ദൈവം നിങ്ങളുടെ പാദങ്ങൾക്ക് നൽകുവാനിടയായി തീരും. എന്തുകൊണ്ടാണ് ഈ പാദങ്ങൾക്ക് ഈ ശക്തി ലഭിക്കുവാനിടയാകുന്നത്? മറ്റൊന്നുമല്ല, നിങ്ങൾ ഒരു ദൂതുവാഹിയാണ്. യു ആർ എ മെസ്സഞ്ചർ. ഒരു ദൗത്യം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി ഓർക്കുക, നമ്മളൊരു മെസ്സഞ്ചർ ആണെങ്കിൽ ആരോ ഒരാളുടെ സന്ദേശമാണ് കൈമാറ്റം ചെയ്യുന്നത്. ഇതെന്റെ സുവിശേഷമല്ല, എന്നെ സുവിശേഷം ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ പേറുന്ന ആ സുവിശേഷം ദൈവം നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നതാണ്. നമ്മൾ അതിൻ്റെ വാഹകരാണ്. നമ്മൾ ആ ദൂതുവാഹികളായതുകൊണ്ടാണ് ഈ അധികാരം നമ്മൾക്കുള്ളത്. രണ്ടാമത്, നിങ്ങളുടെ ചുമലിൽ ഒരു പെട്ടകം നിലനിൽക്കുന്നുണ്ട്. ഒരു ദൗത്യം നിങ്ങളെ ഏൽപ്പിച്ചാണ് ദൈവം ആക്കിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ പെട്ടകം, ഈ സുവിശേഷം നിങ്ങളുടെ തോളുകളിൽ വഹിക്കുവാൻ നിർബന്ധിതമാക്കിയിരിക്കുന്നവരാണ്. ഈ സുവിശേഷം, ഈ പെട്ടകം ചുമലിലുള്ളിടത്തോളം കാലം നിങ്ങളുടെ കാലുകൾ അധികാരത്തിൽ നകലുന്നതല്ല, നിങ്ങളുടെ പാദങ്ങൾ അധികാരം നിലനിർത്തുന്നതാണ്. മൂന്നാമത്, എന്തുകൊണ്ടാണ് ഈ ശക്തി എന്ന് ചോദിച്ചാൽ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗദസമന മുതൽ കാൽവറി വരെ നഗ്നപാതനായി ഒരുവൻ നടന്നു നീങ്ങുവാനിടയായിട്ടുണ്ട്. അവന്റെ കാലുകൾ
അവ ക്രൂശിനോട് ചേർത്ത് വെച്ച് ആണിയടിക്കുമ്പോൾ ആ പാദങ്ങളിൽ നിന്ന് രക്തം ധാരധാരിയായി ഒഴുകുവാനിടയായി. ആ പാദങ്ങളെ നനച്ച് താഴെ വീഴുവാനിടയായി തീർന്ന ആ തുള്ളികളാണ് ക്രൂശിലെ രക്തമാണ്. ആ പാദങ്ങൾ നനച്ച ആ രക്തമാണ് നമ്മുടെ പാദങ്ങൾക്ക് ശക്തി നൽകുന്നത്, അധികാരം നൽകുവാനിടയായി തീരുന്നത്. ഇന്ന് രാത്രി മറന്നു പോകരുത്, ക്രൂശ് ചുമക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യത്തിന്റെ ഭാഗമാണ്. ക്രൂശ് ഒഴിവാക്കുവാൻ നിവൃത്തിയില്ല. ക്രൂശ് ചുമക്കുന്നത് എന്നും വേദന നിറഞ്ഞ അനുഭവം തന്നെയാണ്. ഓർപ്പിക്കട്ടെ, ക്രൂശിന് ഒരു പിടിയില്ല. ക്രോസ് ഡസന്റ് ഹാവ് എ ഹാൻഡിൽ. ഒരു ഷൂട്ട് കേസ് പോലെ ഇതിനെ എടുത്തുകൊണ്ടുപോകാൻ കഴിയത്തില്ല. ക്രോസ് ഡസന്റ് ഹാവ് എ വീൽ. ഈ ക്രൂശിന് ഒരു ചക്രമില്ല, വലിച്ചു കൊണ്ടുപോകാൻ. ട്രോളി ബാഗ് പോലെ വലിക്കുവാനൊക്കത്തില്ല. ഇത് ചുമലിൽ വഹിച്ചേ ഒക്കത്തുള്ളൂ. ഈ ഒരു ദൗത്യത്തിലാണ് നാം നിൽക്കുവാനിടയാകുന്നത്. ക്രൂശ് ചുമക്കുക എന്നുള്ളത് ഒരു ശ്രദ്ധ അനിവാര്യമായിട്ടുള്ളതാണ്. ക്രൂശ് ചുമക്കുക എന്ന് പറയുന്നത് ഒരു സമർപ്പണം അനിവാര്യമായിട്ടുള്ളതാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ക്രൂശ് ചുമക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ പാദങ്ങൾ അധികാരമുള്ളതാണ്. ക്രൂശ് ചുമക്കുന്നുവെങ്കിൽ, ആ വേദന പേറുന്നുവെങ്കിൽ നിങ്ങളുടെ കാലുകൾ ചവിട്ടുന്നിടം നിങ്ങൾക്ക് സ്വന്തമാകുവാനിടയാകുന്നതാണ്. ആ ക്രൂശ് നിങ്ങൾ ചുമക്കുന്ന പക്ഷം ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാം, പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു കരുത്ത് ദൈവം നൽകുവാനിടയാകുന്നതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, പർവ്വതങ്ങളുടെ മുകളിൽ സുവാർത്ത ദൂതന്റെ കാൽ എത്ര മനോഹരം. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ക്രൂശ് ഉള്ളിടത്തോളം കാലം മറ്റൊന്നും നമുക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. ഈ ക്രൂശ് ഒഴിവാക്കിയിട്ട് നമുക്ക് പോകുവാൻ കഴിയുന്നതല്ല. ക്രൂശ് ഇന്ന് രാത്രി ചുമക്കുന്നിടത്തോളം കാലം മറ്റൊരു ബിസിനസ്സിൽ ഇടപെടുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർപ്പിക്കാം, ക്രൂശ് ചുമക്കുവാൻ സന്നദ്ധമായി തീരൂ. ക്രൂശ് നിങ്ങളെ മുമ്പോട്ട് നയിക്കുവാനിടയാകുന്ന വസ്തുതയാണ്. ഈ ക്രൂശ് വഹിക്കുന്നിടത്തോളം കാലം മാത്രമേ, ദൈവ സാന്നിധ്യം നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രമേ നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ സജ്ജമാകുകയുള്ളൂ. ദയവായിട്ട് നേതാക്കന്മാരെ പേറുവാൻ നിങ്ങളുടെ തോളുകൾ വിട്ടുകൊടുക്കരുത്. നേതാക്കന്മാരെ വഹിക്കുവാൻ വേണ്ടി നിങ്ങളുടെ തോളുകൾ അനുവദിച്ചു കൊടുക്കരുത്. ക്രൂശ് വഹിക്കുവാൻ മാത്രമുള്ളതാകട്ടെ. ക്രൂശുമായി മാത്രം മുമ്പോട്ട് പോകുവാൻ നിങ്ങൾ തയ്യാറായി തീരുകയൂ. ഇന്ത്യയുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന സാധു സുന്ദർ സിംഗിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തെ മറ്റൊരു പേരിൽ അറിയുന്നത് ബ്ലീഡിംഗ് അപ്പോസ്റ്റൽ എന്നാണ്. ഉത്തരഭാരതത്തിൽ ജീവിക്കുന്നവർക്കറിയാം, തണുപ്പുകളുടെ സമയങ്ങളിൽ ഷൂ ധരിക്കാത്ത പക്ഷം കാലുകൾ വിണ്ടുകീറും, അവിടെയുടെ രക്തം ഒഴുകുവാൻ സാധ്യതയുണ്ട്. നഗ്നപാതനായി നടന്നു നീങ്ങിയ സാധു സുന്ദർ സിംഗിന്റെ ജീവിതത്തിൽ പലപ്പോഴും തന്റെ പാദങ്ങൾ വിണ്ടുകീറി രക്തമൊഴുകുന്നതായിരുന്നു. തന്റെ കാൽപാദങ്ങൾ ചവിട്ടിയിടത്തൊക്കെ രക്തക്കറകൾ കണ്ടിട്ടുണ്ട് എന്നാണ് ആളുകൾ പറയുവാനിടയാകുന്നത്. സാധു സുന്ദർ സിംഗിനെ കുറിച്ച്, തന്റെ അവസാന ഭാഗത്തെക്കുറിച്ച് ആർക്കും ശരിയായ അറിവ് ഇതുവരെയില്ല. തന്റെ അവസാന യാത്ര ഹിമാചലിൽ നിന്ന് ടിബറ്റിലേക്കുള്ള യാത്രയായിരുന്നു. യേശുവിന്റെ സുവിശേഷം വഹിച്ചുകൊണ്ടുള്ള മലമടക്കുകളിലൂടെ, പർവ്വത നിരകളിലൂടെ, മഞ്ഞുകൾ നിറഞ്ഞു കിടക്കുന്ന ഹിമസാനുക്കളിലൂടെ നടന്നു നീങ്ങിയ തന്റെ പാദത്തെ നോക്കിയിട്ട് സ്വർഗം പറഞ്ഞിട്ടുണ്ട്, അവന്റെ കാലുകൾ എത്ര മനോഹരമാണ്. ഞാൻ ഓർപ്പിക്കാം, ഫാസ്റ്റസ്റ്റ് ഫീറ്റ് ആണെങ്കിൽ ഹുസൈൻ ബോൾട്ടിന്റെ ആണ്. ഒരു കായിക താരത്തിന്റെ കാലുകളാണ് ഏറ്റവും വേഗത കൂടിയത്. അതിനെ നോക്കിയിട്ടല്ല ദൈവം പറഞ്ഞത് അത് മനോഹരമെന്ന്. സ്ട്രോങ്സ്റ്റ് ഫീറ്റ് ആണെങ്കിൽ, ശക്തിയുള്ള പാദങ്ങളാണെങ്കിൽ അതൊരു പട്ടാളക്കാരൻ്റെതാണ്. നിരന്തരമായ പരിശീലനം കൊണ്ട് കാടുകളും മേടുകളും കയറുവാനുള്ള ശക്തി ആർജിച്ചിട്ടുള്ള കാലുകൾ പട്ടാളക്കാരൻ്റെതാണ്. എന്നാൽ അത് നോക്കിയിട്ടല്ല ദൈവം പറഞ്ഞത് ആ പാദങ്ങൾ മനോഹരമെന്ന്. നേരെ മറിച്ച് ക്രൂശ് ചുമക്കുന്ന സുവാർത്ത ദൂതിയായി മാറുന്ന, ദൈവത്തിന്റെ സാന്നിധ്യം പേറുന്ന ഒരുവനെ നോക്കിയിട്ട് ദൈവം പറയുന്നു, അവന്റെ കാലുകൾ എത്ര മനോഹരമാണ്. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടം കൊണ്ട് നമ്മുടെ പ്രത്യാശ അവസാനിക്കുന്നില്ല. വി ഹാവ് എൻ അപ്പക്കാലിപ്റ്റിക് ഫ്യൂച്ചർ. നമ്മുടെ പ്രത്യാശ ഈ ഭൂമി കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ലോ. സക്രിയ പ്രവചനം 14 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നത്, ഒരു ദിവസം അവന്റെ പാദം ഒലുമലയിൽ ചവിട്ടും, ഒലുമല രണ്ടായി പിണരും. രാത്രി ഞാൻ ഓർപ്പിക്കാം, ജീവിതത്തിന്റെ പ്രതീക്ഷകളുടെ അസ്തമനങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മഹത്തായ ഒരു പ്രത്യാശയുണ്ട്. ഈ പാദങ്ങൾ ഇന്ന് മണ്ണുകളിലൂടെ, ചെളി നിറഞ്ഞ പാതകളിലൂടെ നടന്നു നീങ്ങി സുവിശേഷം വഹിച്ച ഭക്തന്മാരുടെ പാദങ്ങൾ ഒരു ദിവസം നമ്മുടെ കർത്താവിന്റെ പാദങ്ങളോട് ചേർന്ന് നടക്കുന്നൊരു സമയമുണ്ട്.
ഇന്ന് വേദനയോടാണ് പാദങ്ങൾ മുമ്പോട്ട് വെച്ചെങ്കിൽ അന്ന് നമ്മൾ ജയാളികളായി അവനോടൊപ്പം നടന്നു നീങ്ങുന്ന അവന്റെ ഗണത്തിന്റെ ഭാഗങ്ങളായി നിന്നുകൊണ്ട് അവനോട് ചേർന്ന് മുമ്പോട്ട് പോകുന്ന അനുഗ്രഹീതമായ അനുഭവങ്ങൾ നമുക്ക് മുമ്പിൽ പ്രത്യാശയായി നിലനിൽക്കുവാനിടയാകുന്നു. ഇന്ന് രാത്രി നമ്മുടെ ചിന്തകൾ, നമ്മുടെ ദൗത്യം ഈ ക്രൂശ് വഹിക്കുന്ന ദൈവസാന്നിധ്യം പേർന്നവരായി തീരുക. പൗലോസ് അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് അർപ്പിക്കുന്ന നല്ല ഭടനായി യുദ്ധസേവ ചെയ്യുക, സുവിശേഷകന്റെ പ്രവൃത്തി നിവർത്തിക്കുക. പൊടിയും മണ്ണും നിറഞ്ഞ പാതകളിലൂടെ ഒരു സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുവാൻ തയ്യാറായി തീരുന്നുവെങ്കിൽ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിവർത്തിക്കുവാൻ പൗലോസ് തന്റെ നിജപുത്രനായ തിമോത്തിയോസിനെ ഏൽപ്പിക്കുമ്പോൾ തന്നോട് പറയുന്ന ഈ പാദങ്ങൾ ഇന്ന് മണ്ണുകളിലൂടെ നടന്നു നീങ്ങുന്നതായിരിക്കാം, എന്നാൽ ഇത് വെറുതെയുള്ളതല്ല, ഇതൊരു അധികാരത്തിന്റെ പാദമാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ പാദങ്ങൾ വെറുതെയുള്ളതല്ല, പ്രതിബന്ധങ്ങളെ ഭേദിച്ചു മുന്നേറുവാനുള്ള ഒരു പാദമാണ് നിന്നിൽ നൽകപ്പെടുവാനിടയായിരിക്കുന്നത്. ഇന്ന് രാത്രി ഈ ശുശ്രൂഷയുടെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന്റെ മഹത്വകരമായ ശുശ്രൂഷയിലായിരിക്കുന്ന എന്റെ പ്രിയ ദൈവഭൃത്യന്മാരെ, അധൈര്യപ്പെടാതെ നമ്മുടെ പാദങ്ങൾ മുമ്പോട്ട് വയ്ക്കുവാനിടയാകട്ടെ. ലോകം ഒരുപക്ഷെ അംഗീകരിച്ചില്ലെങ്കിലും, സ്മാർട്ടാണെന്ന് ആളുകൾ പറഞ്ഞില്ലെങ്കിലും, ഒരുപക്ഷെ ആരും നമ്മളെ അവരുടെ കൂട്ടത്തിൽ കൂട്ടിയില്ലെങ്കിലും, സ്വർഗം നിങ്ങളുടെ പാദങ്ങളെ നോക്കിയിട്ട് പറയുകയാണ്, അവന്റെ പാദങ്ങൾ എനിക്ക് മനോഹരമായിട്ടുള്ളതാണ്. ദൗത്യ നിർവഹണത്തിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യ പ്രയത്നത്തിൽ ഒരിക്കലും ക്ഷീണിക്കാത്തവരായി പാദങ്ങൾ മുമ്പോട്ട് വെക്കുക. കീപ് ഓൺ മൂവിങ്. മുമ്പോട്ട് പോകുവാൻ തയ്യാറായി തീരുക. നിങ്ങളുടെ പാദങ്ങൾക്ക് മുമ്പിൽ നിൽക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല. നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന, ദൈവത്തിന്റെ പെട്ടകം ചുമക്കുന്നവരെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാം, ധൈര്യത്തോട് പറയാം, ഏത് പ്രശ്നത്തെയും അതിജീവിക്കുവാൻ കഴിയുന്ന ഒരധികാരത്തിന്റെ പാദം ദൈവം നിങ്ങൾക്ക് നൽകുവാനിടയായിട്ടുണ്ട്. മുമ്പോട്ട് ഗമിക്കാം. ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ദൈവം പ്രതിഫലം നൽകുവാനിടയാകട്ടെ. രാത്രിയിൽ എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവും വന്ദനവും അർപ്പിക്കുന്നു. അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവരോട്, ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയോട്, ഇതിന്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടെ സ്നേഹവും വന്ദനവും അറിയിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മൾ ഇവരോടും കൂടെ ഇരിക്കട്ടെ. കർത്താവിന്റെ വരവിനായി ഒരുങ്ങാം, അവന്റെ ദൗത്യത്തിൽ മുന്നേറാം. God bless you. Have a wonderful time.